മലപ്പുറത്ത് നിന്ന് ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ വിഷ്ണുജിത്തിന്റെ ഫോൺ ഒരു തവണ ഓണായി എന്നുള്ള വാർത്ത നമ്മൾ പുറത്തുവിട്ടു. ഊട്ടി കുനൂർ ഭാഗത്താണ് ഈ ഫോൺ ഉള്ളതെന്ന് മനസ്സിലാകുന്നു. വീട്ടുകാർ വിളിച്ചപ്പോൾ സുഹൃത്തായ ശരത്താണ് ഫോൺ എടുത്തത്. വിപിൻ സി വിജയൻ മലപ്പുറത്ത് നിന്ന് പെട്ടെന്ന് ആ വാർത്തയിലേക്കൊന്ന് പോകുന്നു. വിപിൻ സി വിജയൻ, മറ്റെന്തെങ്കിലും അപ്ഡേറ്റ്സ് ഈ കാര്യത്തിൽ ലഭിച്ചിട്ടുണ്ടോ? പിന്നീട് ആ ഫോൺ സ്വിച്ച് ഓഫ് ആയി എന്നല്ലേ പറഞ്ഞത്? അതെ SKN, ആ രീതിക്കാണ് ഇപ്പോൾ പോലീസ് അവസാനമായി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കൂനൂർ അതുപോലെ തന്നെ ആ ഒരു മേട്ടുപ്പാളയം പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ വ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി ഒരു 8:30 കൂടിയാണ് 6 ദിവസങ്ങൾക്ക് ശേഷം വിഷ്ണുജിത്തിന്റെ ഫോൺ ഓണായത്. പക്ഷേ ആ ഫോൺ അല്ല അവിടുത്തെ കാര്യങ്ങൾക്ക്, അതായത് ഇപ്പോൾ കോയമ്പത്തൂരിലേക്ക് പോകുന്നു, പിന്നീട് അതിനുശേഷം ഊട്ടിയിലേക്ക് പോകുന്നു. അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾക്ക് മറ്റൊരു ഫോൺ ഉപയോഗിക്കുന്നുണ്ട്, മറ്റൊരു സിം ഉപയോഗിച്ചുകൊണ്ടുള്ള മറ്റൊരു ഫോൺ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ സംശയം. അതുകൊണ്ടാണ് ഇവിടെ നാട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോൺ ഫോർവേഡ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. അത് ഈ ശരത്തിന്റെ അടക്കമുള്ള ഫോണുകളിലേക്ക് നമ്പർ ഫോർവേഡ് ചെയ്യാവുന്ന ഒരു സാങ്കേതികത്വം ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ അത് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെയാണ് ശരത്ത് ടെലിഫോൺ ലൈനിലുണ്ട്. ശരത്തുമായിട്ട് നമുക്ക് സംസാരിക്കാം. ശരത്, ഗുഡ് മോർണിംഗ്. ശരത്ത്, യഥാർത്ഥത്തിൽ ഈ ഫോൺ ഒരു തവണ ഓൺ ആയപ്പോൾ ശരത്താണ് ഫോൺ എടുത്ത് സംസാരിച്ചത് എന്ന് ഈ ഇദ്ദേഹത്തിൻ്റെ അമ്മ ജയയും പറയുന്നുണ്ടായിരുന്നു അല്പം മുമ്പ്. എന്താണ് സത്യത്തിൽ സംഭവിച്ചത് ശരത്? സാർ, ഞാൻ വിഷ്ണുവിനെ കോൾ ചെയ്ത് ഒരു 7-8 മണിക്കായിരുന്നു. അപ്പോൾ ഞാൻ കോൾ അങ്ങോട്ടാണ് വിളിച്ചത്. ഞാൻ കോൾ അങ്ങോട്ട് വിളിച്ചപ്പോൾ ഫോൺ ഓൺ ആയിരുന്നു. അങ്ങനെയാണ് കാര്യങ്ങൾ സംഭവിച്ചത്. ഞാൻ ഫോൺ അങ്ങോട്ട് വിളിച്ചപ്പോൾ ഫോൺ ഓൺ ആയിരുന്നു. പക്ഷെ ഫോൺ എടുത്തത് വേറെ ഒരാളായിരുന്നു. അവരെന്തെങ്കിലും ശരത്തിനോട് പറഞ്ഞോ ഈ ഫോൺ എടുത്തവര്? ഇല്ല, ഫോൺ എടുത്തവർ എന്നോടൊന്നും പറഞ്ഞില്ല. അത് അറിയുന്ന ആൾക്കാരായിരുന്നു ഫോൺ എടുത്തത്. അല്ല, ഇക്കാര്യം ശരത്ത് പോലീസിനോടോ മറ്റോ പറഞ്ഞോ? ഞാൻ ആ ടൈമിൽ തന്നെ ഞാൻ പോലീസിനെ വിളിച്ചിട്ട് ഇൻഫോം ചെയ്തിരുന്നു. വിഷ്ണുവിന്റെ ഫോൺ ഓൺ ആയിട്ടുണ്ട്, ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ പറ്റും, ട്രാക്ക് ചെയ്തതിന് അപ്പോൾ തന്നെ പോലീസിനെ ഇൻഫോം ചെയ്ത് കൊടുത്തിരുന്നു. അപ്പൊ അവര് പറഞ്ഞു ഞങ്ങള് നമ്പർ ട്രാക്ക് ചെയ്യുന്നുണ്ട്, പ്രോബ്ലം ഒന്നും വരില്ല എന്നാണ് അവരെന്നോട് പറഞ്ഞത്. ഈ നമ്മുടെ ഈ വിഷ്ണുജിത്തിന്റെ ഫോണ് കോൾ ഫോർവേഡ് ചെയ്തിരിക്കുകയാണോ ഇപ്പൊ ശരത്തിന്റെ ഫോണിലേക്ക്? മിക്കവാറും ഞാൻ അന്വേഷിച്ചപ്പോൾ അങ്ങനെ എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയത്. കോൾ ഫോർവേഡ് ചെയ്ത് വെച്ചിരിക്കുക എന്നാണ് ഇൻഫർമേഷൻ എനിക്ക് അന്വേഷിച്ചപ്പോൾ കിട്ടിയത്. ഏറ്റവും അവസാനം വിഷ്ണുജിത്തിനെ കണ്ടത് എപ്പോഴാണ് ശരത്ത്? ഏറ്റവും അവസാനം വിഷ്ണുജിത്തിനെ കണ്ടത് മിസ്സാവുന്ന 4-ാം തീയതി 3 മണിക്കാണ് ഞാൻ വിഷ്ണുവിനെ കണ്ടത്. അല്ല, അപ്പോഴേ നിങ്ങൾ തമ്മിൽ കണ്ടത് എന്തിനായിരുന്നു? പണം കൈമാറാൻ വേണ്ടിയായിരുന്നോ? പണം കൈമാറാൻ വേണ്ടിയിരുന്നു വിഷ്ണുവിനെ ഞാൻ കണ്ടത്. എത്ര രൂപയാണ് ഈ വിഷ്ണുജിത്തിനെ ഏൽപ്പിച്ചത് ശരത്ത്? 1 ലക്ഷം രൂപയാണ് ഏൽപ്പിച്ചത്. അത് കൊടുക്കാനുള്ള പണമായിരുന്നോ അതോ എന്തെങ്കിലും കല്യാണം പ്രമാണിച്ച് കടം വാങ്ങിയതാണോ? ഇല്ല, അദ്ദേഹം കല്യാണത്തിന് വേണ്ടി പൈസ വേണം പറഞ്ഞ് മേടിച്ചു കൊടുത്ത ക്യാഷാണ്. ഓക്കെ. ഇപ്പോൾ ഈ ശരത്തിൻ്റെ ഒരു സംശയം എന്താ? കാരണം ഇദ്ദേഹത്തിനെ കുറിച്ച് 2-3 ദിവസമായിട്ട് ഒരു അറിവില്ലല്ലോ ഇപ്പോൾ. ഇല്ല സാർ, ഇപ്പൊ തന്നെ സാർ ന്യൂസിൽ പറഞ്ഞില്ല അദ്ദേഹത്തിന്റെ ഫോണിന്റെ ലൊക്കേഷൻ ഊട്ടിയിലാണെന്ന് സാർ ന്യൂസിൽ പറഞ്ഞിരുന്നില്ലേ? അതെ, ഊട്ടിയിലാണെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ തന്നെ ഊട്ടിയിലാണെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ ഇരിക്കണമെങ്കിൽ എനിക്ക് എങ്ങനെ അദ്ദേഹത്തിന്റെ ഫോൺ യൂസ് ചെയ്യാൻ? അല്ലെ, ശരത്ത് ഇപ്പൊ എവിടെ ഉള്ളത്? ഞാനിപ്പോ കഞ്ചിക്കോടാണ്. പാലക്കാടാണ് അല്ലേ? അപ്പൊ എങ്ങനെ സാർ ന്യൂസിൽ പറഞ്ഞ പോലെ എനിക്ക് എങ്ങനെ അദ്ദേഹത്തിന്റെ ഫോൺ എനിക്ക് ഇവിടെ നിന്ന് യൂസ് ചെയ്യാൻ പറ്റും? ഓക്കെ, മനസ്സിലായി. കോൾ ഫോർവേഡിങ് എന്തോ സംഭവം കൊണ്ടായിരിക്കും അത് സംഭവിച്ചത്. അത് കുഴപ്പമില്ല, അതൊരു പ്രശ്നമല്ല ശരത്ത്. എന്തായാലും ശരത്ത് സത്യസന്ധമായി കാര്യമെല്ലാം പോലീസിനോട് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? സത്യസന്ധമായ കാര്യങ്ങൾ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് സാർ. അത് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടാതെ തന്നെ സാറ് ന്യൂസ് കൊടുക്കുമ്പോൾ അതിന്റെ കൂടുതൽ എഫക്ട് എനിക്കാണ് സാർ. ഓക്കെ, തീർച്ചയായിട്ടും ശരത്തിന് എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ യഥാവിധം, പ്രത്യേകിച്ച് അമ്മ കുറച്ച് ദിവസങ്ങളായി വഴിക്കണ്ണുമായി കാത്തിരിക്കുകയാണ് ഈ മകന് വേണ്ടി. അപ്പോൾ അമ്മയുടെ കണ്ണീരൊപ്പണമെങ്കിൽ എന്തെങ്കിലും അറിയണം ഈ കാര്യത്തിൽ. അപ്പോൾ ശരത്ത് അറിയിക്കുക. വളരെ പെട്ടെന്ന് പോലീസിന് ഈ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ കഴിയട്ടെ എന്നാണ് നമ്മുടെ പ്രതീക്ഷ. പോലീസ് വളരെ സജീവമായി അന്വേഷണം നടന്നുണ്ട് ശരത്ത്. നമുക്ക് നോക്കാം എന്താ സംഭവിക്കുക എന്നുള്ളത്.